ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നമ്മൾ റീസെന്റ് കുറച്ച് ദിവസം മുമ്പ് നമ്മുടെ OnePlus Nord 5 അൺബോക്സിങ്ങും റിവ്യൂവും കാണാനൊക്കെ നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ Nord CE5 ആണ്. 25,000 രൂപയുടെ താഴെ വരുന്ന ഒരു OnePlus ഡിവൈസ് എന്ന് വേണമെങ്കിൽ പറയാം. CE4 ഒരു ലേറ്റസ്റ്റ് എഡിഷൻ ആണ്. അപ്പോൾ ഇതിൽ നമുക്ക് കുറേ എന്താ പറയുക ഇമ്പ്രൂവ്മെന്റ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ചെറിയ ഒരു ഡൗൺഗ്രേഡ്സുകളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഓവറോൾ നമുക്കൊന്ന് ട്രൈ നോക്കി നോക്കാം. ഇത് ആക്ച്വലി 3 കളറിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഒരു വൈറ്റ്, പിന്നെ ഒരു ബ്ലാക്ക് എന്ന് വേണമെങ്കിൽ പറയാം, പിന്നെ ഒരു ഗ്രീൻ ആണ്, അല്ല ഗ്രീൻ അല്ല സോറി ബ്ലൂ ആണ്. നമ്മൾ ആക്ച്വലി ഇത് വാങ്ങിച്ചത് 8GB 128GB ആണ് കേട്ടോ. ബേസിക് മോഡലാണ് വാങ്ങിച്ചുള്ളൂ. നിങ്ങളൊരു സാധാരണ നോർമൽ യൂസറൊക്കെ ആണെങ്കിൽ 128GB ഒക്കെ ധാരാളമാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ക്യാമറ പെർഫോമൻസും കാര്യങ്ങളൊക്കെ തരുന്നുണ്ട്. നമുക്ക് ഇതിൽ Dimensity 8370 Apex എന്ന് പറഞ്ഞ പ്രൊസസ്സറാണ് വരുന്നത്. നിങ്ങൾക്ക് അറിയാം ഈ സെയിം പ്രൊസസ്സറാണ് നമ്മുടെ Oppo Reno 14 വരുന്നത്. ഓൾമോസ്റ്റ് 10,000 രൂപ ഡിഫറൻസിൽ വരുമ്പോൾ. അപ്പോൾ നല്ല, പിന്നെ ഞാൻ ആക്ച്വലി നമ്മുടെ Reno 14 ആയിട്ട് കമ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആക്ച്വലി ഇതിന്റെ ഡിസ്പ്ലേ ആണ് കുറച്ചുകൂടി ബെറ്റർ കേട്ടോ. അപ്പോൾ ഇത് മാർബിൾ കളർ എഡിഷൻ ആണ്, വൈറ്റ് കളർ എഡിഷൻ ആണ്. നമ്മൾ ആക്ച്വലി ക്രോമ സ്റ്റോറിൽ നിന്ന് വാങ്ങിച്ചാണ് കേട്ടോ, തൃശ്ശൂരിൽ നിന്ന്. ബാക്കിയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് സംഭവമാണ്. ഞാൻ അൺബോക്സിംഗ് കാണാൻ ചെയ്തിട്ടില്ല. അപ്പോൾ ഇതിന്റെ ഒരു അൺബോക്സിംഗ് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ക്യൂക്ക് ഓവർവ്യൂ ആണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ഞാൻ എൻ്റെ കോട്ടിംഗ് ഒന്നും കളഞ്ഞിട്ടില്ല കണ്ടു. അപ്പോൾ ഞാനിത് ഇതിന്റെ ജസ്റ്റ് ആ സംഭവങ്ങളൊക്കെ ഒന്ന് കളയട്ടെ. ഇതിന്റെ പ്ലാസ്റ്റിക് കോട്ടിംഗ് കളഞ്ഞിട്ടുണ്ടെന്നില്ല കേട്ടോ. നോർമലി ഞാൻ ആദ്യം OnePlusന്റെ 13 SEP റീസെന്റ് വാങ്ങിച്ച എല്ലാ OnePlusഉം നമ്മൾ ഓഫ്ലൈനാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ആമസോൺ നല്ല വാങ്ങിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ ഞാൻ ആക്ച്വലി ഇതിൻ്റെ കൂടെ ഒരു എക്സ്ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൽ പഴയൊരു സാംസങ് ഉണ്ടായിരുന്നു. അതോടെ പോട്ടെ. അപ്പോൾ ഇതാണ് നമ്മുടെ ബോക്സ് വരുന്നത്. നിങ്ങൾക്ക് അറിയാം നോഡിൻ്റെ നോർമൽ സാധാരണ ബ്ലാക്ക് ബോക്സ്. ഇതിൻ്റെ ബാക്കിൽ നമുക്ക് ടീർ ചെയ്യാൻ പറ്റുന്ന ഒരു സീലാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്നും വേണ്ട കണ്ടു, നമുക്ക് ഇങ്ങനെ പൊളിച്ച് കളഞ്ഞാൽ മതി. അങ്ങനത്തെ സീലാക്കിയിട്ടുണ്ട്. ഇപ്പോൾ നല്ല കാര്യം തന്നെയാണ്. അപ്പോൾ നമുക്കിത് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഓപ്പൺ ചെയ്യാൻ ഭയങ്കര ഈസിയായി കണ്ടു. ഞാൻ ആക്ച്വലി 13S ആക്ച്വലി ഈ സീൽ ഉണ്ടായിരുന്നില്ല കേട്ടോ. അത് നമ്മൾ കട്ട് ചെയ്യുന്ന സീൽ തന്നെയായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ബോക്സും കാണാനൊക്കെ വരുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും മാറ്റി വയ്ക്കാം. നമുക്ക് സെയിം നമ്മുടെ നോർമൽ OnePlusന്റെ ഇപ്പോൾ ഹൈ എൻഡ് ഫോൺ ആയിക്കോട്ടെ, അത് അൺബോക്സ് ചെയ്യുന്ന അതേ എക്സ്പീരിയൻസ് തന്നെ നമുക്ക് ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ കിട്ടുന്നത്. കളർ ഡിഫറൻസ് അത് മാത്രമല്ല കേട്ടോ. എന്ന് വെച്ചാൽ നമുക്ക് അതിൽ ഈ ഒരു സംഭവമൊക്കെ നമുക്ക് റെഡാണ് കിട്ടുന്നുണ്ടാവും. ഇതിൽ നമുക്ക് ബ്ലാക്ക് ആകുന്നുണ്ട് OnePlusന്റെ സംഭവമായിട്ട്. ഇതിൽ നമുക്ക് കേസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മുടെ ഫോൺ എന്തായിരിക്കും. അപ്പോൾ എന്തായാലും ഞാൻ ആക്ച്വലി നമ്മുടെ ബ്ലൂ കളറും ബ്ലാക്കും നോക്കിയിട്ടുണ്ടായിരുന്നു. ഇത് നമ്മുടെ വൈറ്റ് ആണ്. അപ്പോൾ എങ്ങനെയുണ്ട് നോക്കാട്ടോ. നോർമലി Note 5 കളർ പോലെ തന്നെ ഇരിക്കുന്നു വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ഈ ബോക്സിൽ തന്നെ നമുക്ക് ചാർജറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നമ്മുടെ നോർമൽ എല്ലാ സംഭവം വരുന്നുണ്ട്. എനിക്ക് 80 വാട്ടിന്റെ ബൂക്കാണ്, സൂപ്പർ ബൂക്ക് ചാർജറാണ് നമുക്ക് ഇതിൽ വരുന്നത്. അപ്പോൾ എൻ്റെ ഓൾറെഡി OnePlusന്റെ വേറെ ചാർജറുകൾ ഉണ്ട്. അപ്പോൾ ഞാൻ ഇതൊന്നും എടുക്കുന്നില്ല. ഇതും ഞാൻ ആക്ച്വലി 1 വീക്ക് കഴിഞ്ഞാൽ സെൽ ഔട്ട് കിട്ടും. അപ്പോൾ അതിനുള്ള ഇൻട്രസ്റ്റ് തന്നെ കോൺടാക്ട് ചെയ്യാൻ മറക്കണ്ട. പിന്നെ നമുക്ക് ഇതിലെന്തൊക്കെ ഉണ്ടാകും നോക്കി നോക്കാം. നോർമലി ഒരു കേസ് വരുന്നുണ്ട്. ഒരു ബ്ലാക്ക് കളർ കേസാണ് വരുന്നത് കേട്ടോ. പിന്നെ ആകെ ഒരു കേട് മാത്രമല്ല. മുമ്പ് ഇതിന്റെ കൂടെ നമുക്ക് റെഡ് ക്ലബ് കാർഡൊക്കെ ഉണ്ടായിരുന്നു. അത് ഞാൻ 13S കൂടി ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇതിൽ അവരതൊക്കെ എടുത്ത് കളഞ്ഞു. ഇപ്പോൾ ഇതും അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു കേസാണ്. പക്ഷെ സ്ലിപ്പറിയാണ് കുറച്ച് കണ്ടു. ഒരു ഗ്രേ കളറാണ്. ഞാനിപ്പോൾ തൽക്കാലം ഇത് ഇടുന്നില്ല. കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഇടാം. അപ്പോൾ ഇതെന്തായാലും നമുക്ക് മാറ്റി വയ്ക്കാം. ഓക്കെ, ഇതിനുള്ള എത്രഞ്ഞുള്ളൂ, വേറെ ഒന്നുമില്ല. ആകെ ഒരു ബുക്ക്ലെറ്റ് മാത്രമല്ലോ. പേപ്പറൊക്കെ ഒരു കുറച്ചു ഒക്കെ. അപ്പൊ നമുക്ക് പറയുകയാണെങ്കിൽ നമുക്കിതില് എന്താ പറയാ, ഈ സിം സപ്പോർട്ടോ കാര്യങ്ങളൊന്നും വരുന്നില്ല. ഒരു വൈറ്റ്, ഇതൊരു മാർബിൾ കളറാണ് കേട്ടോ. ശരിക്കും ഒരു മാർബിൾ കഷ്ണം എടുത്ത് വെച്ച പോലെ ഉണ്ട് കണ്ടു. മാർബിൾ കളറാണ്. പക്ഷെ നല്ല അത്യാവശ്യം കുറച്ച് ഹെഫ്റ്റ് ഉണ്ട്. പക്ഷെ നല്ല ബിൽഡ് ക്വാളിറ്റി തോന്നുന്നുണ്ട് കേട്ടോ. ഞാൻ അത്ര പ്രതീക്ഷിച്ചില്ല. ഇത് ഏകദേശം നമ്മുടെ Nord 5 പിടിക്കുന്ന പോലെ തന്നെ ഒരു ബിൽഡ് ക്വാളിറ്റി തോന്നുന്നുണ്ട്. നമുക്ക് എന്താ പറയാ, സ്ക്രീൻ പ്രൊട്ടക്ടറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഓൾറെഡി ഇൻബിൽഡ് ആയിട്ട് തന്നെ വരുന്നുണ്ട്. നല്ല കാര്യം. പിന്നെ Type-C ചാർജിങ് സംഭവങ്ങളൊക്കെയാണ് വരുന്നത്. അപ്പൊ എന്തായാലും ഞാൻ ജസ്റ്റ് നമുക്ക് അതിന്റെ ഇത് ഗ്ലാസ് തന്നെയാണ്. അപ്പൊ എന്തായാലും നമുക്കൊന്ന് ബൂട്ട് ചെയ്ത് നോക്കി നോക്കാം. ബൂട്ട് ഉണ്ടാവാൻ ചാർജ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. എന്നിട്ട് നമുക്കൊരു ഇനീഷ്യൽ സെറ്റപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് തിരിച്ചു വരാം. അപ്പോൾ ബൂട്ടായിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊരു ഇനീഷ്യൽ സെറ്റപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് തിരിച്ചു വരാം. അപ്പൊ നമുക്ക് ഞാൻ എന്തായാലും അതിന്റെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുക. എന്താ വെച്ചാൽ നമുക്ക് എന്താ വെച്ചാൽ നമ്മുടെ iQ13 ഞാൻ അതിലേക്ക് കോപ്പി ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പൊ അതിന് മുമ്പ് നമുക്ക് ജസ്റ്റ് ഒന്ന് അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് കോപ്പി ആവട്ടെ. അപ്പൊ അതിനു മുമ്പ് നമുക്ക് ജസ്റ്റ് ഇതിന്റെ ഒരു ഇനീഷ്യൽ ആയിട്ടുള്ള ഒരു സ്പെക്സും കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകാം. നമുക്കിതിൽ ഫ്ലൂയിഡ് AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. 120Hz HDR10+ സപ്പോർട്ട് വരുന്ന സംഭവമാണ് വരുന്നത്. നമുക്ക് ഇതിൽ HBM വരുന്ന 1300 വരുന്നുണ്ട്. അതിന് മുമ്പത്തെ നമ്മുടെ 4 ആവും, അതിൽ 900 സംതിങ് ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ നമുക്ക് HBM ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത്, അല്ലാണ്ട് പീക്ക് ബ്രൈറ്റ്നസ് ഒന്നും അല്ല വേണ്ടത്. 6.77 ഇഞ്ചിന്റെ ഡിസ്പ്ലേ ആണ് വരുന്നത്. 89.7% നമുക്ക് സ്ക്രീൻ ടു ബോഡി റേഷ്യോ വരുന്നുണ്ട്. HDR അൾട്രാ HD ഇമേജ് റെസൊല്യൂഷനൊക്കെ സപ്പോർട്ടാണ് കേട്ടോ. Android 15 ആണ്, കളർ വോയിസ് ആണ് വരുന്നത്. അപ്പോൾ നമുക്കിതിൽ ഓൾറെഡി സെറ്റപ്പും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് എന്തായാലും ഇപ്പോൾ ഇതിൻ്റെ എന്താ പറയുക, ഇനീഷ്യൽ ആയിട്ടുള്ള
ഫിംഗർ പ്രിൻ്റൊക്കെ ഞാൻ പിന്നെ ആഡ് ചെയ്തുകൊണ്ട് വെച്ചാൽ വെറുതെ നമുക്ക് ടൈം ആവും. ഇതിൻ്റെ സ്ക്രീൻ കണ്ടു നമ്മുടെ നോഡ് 5 നോക്കുകയാണെങ്കിൽ അത്രയ്ക്കും യൂണിഫോം അല്ല. എന്താ വെച്ചാൽ താഴെ കുറച്ച് ബെസൽ വരുന്നുണ്ട്. ഞാൻ അതിൻ്റെ സെർച്ച് എഞ്ചിനൊക്കെ സെലക്ട് ചെയ്യാനൊക്കെ പറയുന്നുണ്ട്. താഴെ കുറച്ച് നമുക്ക് ബെസൽ വരുന്നുണ്ട്. നിങ്ങൾക്ക് കൂടെ ബ്ലാക്ക് കളർ ചെറുതായിട്ട് കാണുന്നുണ്ടായിരിക്കും. പക്ഷെ എന്നാലും മോശമൊന്നുമില്ല കേട്ടോ. വലിയ കംപ്ലൈൻസ് ഒന്നും പറയാനില്ല. നമുക്ക് 25,000 താഴെ കിട്ടുന്ന ഒരു മോഡലാണ്. പ്രത്യേകിച്ച് 8GB 256GB മോഡൽ. ഇതൊക്കെ ഒന്ന് സെറ്റപ്പ് ചെയ്യട്ടെ. അപ്പോൾ അതിനു മുമ്പ് നമുക്കിതിൽ മീഡിയാടെക് ഡയമൻസിറ്റി 8350 എപെക്സ് എന്ന് പറഞ്ഞൊരു മോഡലാണ് നമുക്കിതിൽ പ്രൊസസ്സറും കാര്യങ്ങളൊക്കെ വരുന്നത്. നമുക്ക് 4 year അപ്ഡേറ്റ് നമുക്ക് കാര്യങ്ങളൊക്കെ കിട്ടും. ഓക്സിജൻ വോയിസ് ആണ്, നിങ്ങൾക്ക് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ നമുക്ക് 128GB 8GB റാം വരുന്നുണ്ട്, 256GB വേരിയന്റും വരുന്നുണ്ട്, 256GB 12GB വേരിയന്റും വരുന്നുണ്ട് കേട്ടോ. UFS 3.1 ആണ് വരുന്നത്. അപ്പോൾ ഞാൻ ഇടയിൽ ഇതിനും കൂടെ സെറ്റപ്പും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ ഇതിലിപ്പോൾ നമുക്കിപ്പോൾ ഈ സ്ക്രീൻ ബ്രൈറ്റ്നസ് സെറ്റപ്പ് എപ്പോഴും കോപ്പി ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ബാക്കിയുള്ള ഡീറ്റെയിൽസിലേക്ക് പോകാം. ഇതിൽ നമുക്ക് ക്യാമറയുടെ കാര്യം പറയണമെങ്കിൽ നമുക്ക് 50 മെഗാപിക്സലിന്റെ മെയിൻ സെൻസറും അതുപോലെ തന്നെ 8 മെഗാപിക്സലിന്റെ വൈഡ് ആംഗിൾ സെൻസറാണ് വരുന്നത്, അൾട്രാ വൈഡ് സെൻസറാണ് വരുന്നത്. പിന്നെ നമുക്ക് 4K സപ്പോർട്ട് വരുന്നുണ്ട് കേട്ടോ. ഫ്രണ്ടിലാകുമ്പോൾ 16 മെഗാപിക്സലാണ് വരുന്നത്, മറ്റേ നമുക്ക് 32 ആയിരുന്നു നോട്ട് 5. ഇതിൽ നമുക്ക് 16 ആണ് വരുന്നത് കേട്ടോ. അതിലിട്ട് നമുക്ക് ഫ്രണ്ടിലാകുമ്പോൾ നമുക്ക് 1080p റെസൊല്യൂഷൻ മാത്രമേ സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ. പിന്നെ നമുക്ക് പറയാനുള്ള Wi-Fi 6 കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. 5.4 ആണ് ബ്ലൂടൂത്ത് കാര്യങ്ങളൊക്കെ വരുന്നത്. USB Type 2.0 ആണ് ഇതിൽ വരുന്നത്. അത് 3 ഒക്കെ ആക്കായിരുന്നു അവർക്ക്, വന്നിട്ട് അറിയില്ല. ഫിംഗർ പ്രിന്റ് നമ്മുടെ നോർമൽ ഒപ്റ്റിക്കൽ തന്നെയാണ്, പക്ഷെ അത്യാവശ്യം ഫാസ്റ്റും കാര്യങ്ങളൊക്കെ തന്നെയാണ്. നമ്മൾ ഡെമോ നോട്ടിലൊക്കെ അതിൻ്റെ സാധനങ്ങളൊക്കെ നോക്കിയിരുന്നു. 5200 mAh പാറ്റേൺ വരുന്നത്. 7100 mAh പാറ്റേൺ വരുന്നത്. മണ്ടൻ ബാറ്ററി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. 80 വാട്ടിന്റെ ചാർജിങ് വരുന്നുണ്ട്. നമുക്ക് ബൈപ്പാസ് ചാർജിങ് സപ്പോർട്ടും വരുന്നുണ്ട്. അതായത് ഗെയിമിങ് നമുക്ക് വേണമെങ്കിൽ ചാർജ് കുത്തിവെച്ചിട്ട് ഗെയിമിങ് കാര്യങ്ങളൊക്കെ കളിക്കാൻ പറ്റും. എന്താ പറയുക 14 lakhs ഒക്കെയാണ് നമുക്ക് ആൻഡ്രോയിഡ് സ്കോറൊക്കെ കിട്ടുക കേട്ടോ. ഈ 8370 8350 സ്കോറും കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ. അപ്പോൾ ഇതാണ് ബേസിക് ആയിട്ടുള്ള ഒരു സ്പെക്സും കാര്യങ്ങളൊക്കെ പറയാനുള്ളത്. അപ്പോൾ ഞാനിപ്പോൾ ഈ സാധനത്തിൻ്റെ സെറ്റപ്പ് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഉണ്ടോ ഇതിൻ്റെ സ്ക്രീൻ ബ്രൈറ്റ്നസ് സെറ്റപ്പ് ചെയ്യാനുള്ള സംഭവം വന്നിട്ടില്ല. അപ്പോൾ ഇതെന്തായാലും ഒന്ന് സെറ്റപ്പും കാര്യങ്ങളൊക്കെ കഴിയട്ടെ, നമുക്ക് എന്നിട്ട് തിരിച്ചു വരാം കേട്ടോ. അപ്പോൾ നമ്മുടെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മൾ ട്രാൻസ്ഫറും കാര്യങ്ങളൊക്കെ ടൈം എടുത്തു. അപ്പോൾ അതിന് ശേഷം ഞാൻ കുറച്ച് ഉപയോഗിക്കുകയും ചെയ്തു. അപ്പോൾ ഇതാണ് നമ്മുടെ സ്ക്രീനും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ കാണുന്നതായിരിക്കും. അപ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മൾ ഇങ്ങനെ കാണിക്കാട്ടും കൂടുതൽ എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടി നല്ലത് നമുക്ക് എന്താ പറയുക ടോപ്പിൽ നിന്നുള്ള വ്യൂവിലേക്ക് മാറാം. അതായിരിക്കും കുറച്ചുകൂടി നല്ലത്. ഇതിൻ്റെ ക്യാമറ സാമ്പിൾസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് ക്യാമറ അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. പറയുമ്പോൾ 50 മെഗാപിക്സലും 8 മെഗാപിക്സലും തന്നെയാണ് നമ്മുടെ നോഡിലത്തെ പോലെ തന്നെ. പക്ഷേ അത്യാവശ്യം നല്ല ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. വലിയ മോശമൊന്നുമില്ല. ഞാൻ അതിന് മുമ്പ് എന്തായാലും എനിക്ക് മാറാനായിട്ട് മുമ്പ് തന്നെ ഞാൻ അതിൻ്റെ സെൽഫിയുടെ 16 മെഗാപിക്സലാണല്ലോ. പക്ഷെ എന്നാലും എനിക്ക് തോന്നുന്നു OnePlusന്റെ പ്രോസസ്സിങ് കാരണം കൊണ്ട് നല്ല ക്വാളിറ്റി ഫോട്ടോസ് തന്നെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാനൊരു ഇങ്ങനെ തന്നെ നമുക്കൊരു സെൽഫി എടുത്ത് ഞാൻ കാണിക്കാം. പ്രത്യേകിച്ച് എനിക്ക് സ്ക്രീൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്ക് അത് എടുത്ത് പറയാണ്ടിരിക്കാൻ വയ്യ. സ്ക്രീൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഈ റേഞ്ചിൽ എനിക്ക് തോന്നുന്നത് എന്താ പറയുക കമ്പയർ ചെയ്യുമ്പോൾ ഞാൻ ഇപ്പോൾ റീസെൻ്റ്ലി കുറച്ച് 20,000 താഴെ നമ്മുടെ ZN-R നോക്കിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ Nothing 3 അതിനൊക്കെ Nothing 3 അതിൻ്റെ അടുത്ത് കൂടെ പോകില്ല കേട്ടോ സ്ക്രീന്. അപ്പോൾ ഇതാണ് നമ്മുടെ നമ്മളിപ്പോൾ എടുത്ത ഫോട്ടോ സെൽഫി കണ്ടു. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ക്ലാരിറ്റി വരുന്നുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടി നമ്മുടെ നോഡ് 5 കുറച്ചുകൂടി ബൂസ്റ്റ് കളർ വരാറുണ്ട്. ഇത് ആക്ച്വലി നമുക്ക് ബൂസ്റ്റ് അങ്ങനെ തരുന്നില്ല. നോർമൽ ഡിസൈൻ സാധാ ഒരു നോർമൽ കളർ ആക്ച്വൽ കളർ പോലെ കാണിക്കുന്നത് കണ്ടു. അത് പക്ഷേ ക്വാളിറ്റിക്ക് ഞാൻ ഇപ്പോൾ സൂം ചെയ്ത് കാണിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ കണ്ടു ക്വാളിറ്റിക്ക് ഉണ്ട്, കുഴപ്പങ്ങളൊന്നുമില്ല. ക്വാളിറ്റിക്ക് മോശമൊന്നുമില്ല. പക്ഷേ മെഗാപിക്സൽ കുറഞ്ഞിട്ടുണ്ട്, 16 ആയിട്ടുണ്ട്, 32 16 ആയിട്ടുണ്ട്. പക്ഷേ നമുക്ക് നോർമലി ബാക്കിയെല്ലാം മറ്റേൻ്റെ പോലെ വരുന്ന എല്ലാ അതേ UI തന്നെയാണ് ക്യാമറേൻ്റെ. അത്യാവശ്യം ഫാസ്റ്റാണ്, വലിയ ലാഗും കാര്യമൊന്നും പറയാനില്ല. പറയുമ്പോൾ നമുക്കിതിൽ നമ്മുടെ ഒരു 15 lakhs ആണ് നമുക്കിതിൽ ആൻഡ്രോയിഡ് സ്കോറൊക്കെ വരും ഇതിൻ്റെ പ്രൊസസ്സർ വെച്ചിട്ട്. നമ്മുടെ Reno 14 35,000 രൂപയ്ക്ക് വിൽക്കുന്ന ഫോണുണ്ടല്ലോ, അതേ സെയിം പ്രൊസസ്സർ തന്നെയാണ്. അതിനായിട്ടും കുറച്ചുകൂടിയും ഹൈ ട്യൂൺഡ് എന്ന് വേണമെങ്കിൽ പറയാം. എപെക്സ് എഡിഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടും ബെറ്റർ തന്നെയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് എന്താ പറയുക വ്യൂ മാറ്റി പിടിക്കാം. അപ്പോൾ നമുക്ക് ടോപ്പ് വ്യൂയിലേക്ക് മാറാം. അപ്പോൾ ഇതാണ് നമ്മുടെ എന്താ പറയുക നോഡ് CE5. നിങ്ങൾക്ക് ഡിസ്പ്ലേ കാണുന്നുണ്ടിരിക്കുന്നത് നല്ല കിടിലൻ ഡിസ്പ്ലേ ആണ്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ വേണമെങ്കിൽ ഞാൻ IQ13 ഡിസ്പ്ലേ കാണിച്ചാൽ കണ്ടു. അതേ ക്വാളിറ്റിയിലും അതേ ക്ലാരിറ്റിയിലും അതേ ബ്രൈറ്റ്നസ്സിലും നിങ്ങൾക്ക് കാണുന്നുണ്ടോ. അപ്പോൾ അത് എടുത്ത് പറയേണ്ട സംഭവം തന്നെയാണ്. അപ്പോൾ ഞാൻ ഇതൊന്ന് മാറ്റട്ടെ. നമ്മുടെ പിൻ കോഡ് ഇതാ അപ്പോൾ നിങ്ങൾക്ക് കാണുന്നതായിരിക്കും. നല്ല കിടിലൻ സാധനം കേട്ടോ. ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് അറിയില്ല, പക്ഷേ ആ ബാക്ക് അടിയിലായിട്ട് നമുക്ക് ചെറിയൊരു ബെസ്സിൽ വരുന്നുണ്ട് നോഡ് 5 ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. നോഡ് 5 ആക്ച്വലി നമ്മുടെ പെർഫെക്റ്റ് എന്താ പറയുക ഫ്ലാഗ്ഷിപ്പ് ഫോണിൽ വരുന്ന ഡിസ്പ്ലേ പോലത്തെ സംഭവമാണ്. അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് ബെസ്സിൽ ഇതിൽ താഴെ വരുന്നുണ്ടെന്ന് മാത്രം. അപ്പോൾ സ്മൂത്ത്നെസ് ആയിക്കോട്ടെ. ഇതിൽ ആപ്പ് മാർക്കണമെന്ന സാധനം ഇതിൽ വരുന്നുണ്ട് കേട്ടോ.
പക്ഷേ നോഡ് 5 ഉണ്ടായിരുന്നില്ല. ഇതിലെന്താണ് അവർ കൊണ്ടുവന്നത്? അത് എനിക്ക് തോന്നുന്നു ഡിസേബിൾ ചെയ്യാൻ പറ്റും. ഡിസേബിൾ ചെയ്യാൻ പറ്റും. ആ ഒരു സംഭവം മാത്രമേ ഇതിൽ വന്നിട്ടുള്ളൂ കേട്ടോ. വേറെ സെപ്പറേറ്റ് ബ്ലോട്ട് വെയറും കാര്യങ്ങളൊന്നും കണ്ടില്ല ഞാൻ. അപ്പോൾ അത് നമ്മൾ ഡിസേബിൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊരു പിന്നെ ക്യാൻഡി ക്രഷ് ഇതൊക്കെ നമുക്ക് കളയാവുന്നേ ഉള്ളൂ. അതിനെ ബ്ലോട്ട് വെയർ എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ എന്നാലും പ്യുവർ എന്ന് വേണമെങ്കിൽ പറയാം. സ്പോട്ടിഫൈ ഉണ്ട്, അതും നമുക്ക് കളയാൻ പറ്റും. ബാക്കിയെല്ലാം ഞാനിത് ആക്ച്വലി എൻ്റെ വേറെ ഫോണായിട്ട് ഇത് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലത്തെ ആപ്സുകൾ ഇപ്പോൾ ഇതിൽ ഇൻസ്റ്റാൾ ആയിക്കൊണ്ടിരിക്കുക. അതാണ് ഇടയ്ക്കിടയ്ക്ക് പുതിയ ആപ്പുകൾ വന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അല്ലാണ്ട് ബ്ലോട്ട് വെയർ എന്ന് പറയുന്നത് നേരത്തെ കണ്ട സാധനം മാത്രമല്ല, ആപ്പിക്സ് എന്ന സാധനം മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഓവറോൾ നോക്കുകയാണെങ്കിൽ ഒരു കിടിലൻ ഫോൺ അണ്ടർ 25 രൂപയ്ക്കെന്ന് പറയാം. പ്രത്യേകിച്ച് നമ്മുടെ ഓക്സിനോയ്സിൻ്റെ സൂപ്പർ ആനിമേഷനും പെർഫോമൻസും അതുപോലെ തന്നെ ഫീച്ചേഴ്സും എനിക്ക് അവരുടെ ഈ OnePlusൻ്റെ ഒക്കെ ഈ ഡയലറൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇത് ആക്ച്വലി അവരുടെ കുറച്ചുകൂടി മോഡിഫൈഡ് ആണ്. ആക്ച്വലി ഗൂഗിളിൻ്റെ ഡയലർ പ്ലസ് മോഡിഫൈഡ് സംഭവങ്ങളാണ്. അതിൽ നമുക്ക് എന്താ പറയുക കോൾ റെക്കോർഡിങ് സംഭവങ്ങളൊക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഫിൽട്രേഷൻ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. കോൾ റെക്കോർഡിംഗ് ഉണ്ട് നമുക്കിതിൽ. എന്താ പറയുക കോൾ റെക്കോർഡിംഗ് ഓൾ റെക്കോർഡാക്കാൻ നമുക്ക് ലിമിറ്റും കാര്യങ്ങളൊന്നും വരുന്നില്ല. അതുപോലെ തന്നെ അനൗൺസ്മെൻറ്റും കാര്യങ്ങളൊന്നും ചെയ്യില്ല. അതുപോലെ തന്നെ നമുക്ക് ഫിൽട്രേഷൻ സംഭവമൊക്കെ നമ്മുടെ ട്രൂ കോളർ ചെയ്യുന്ന പരിപാടിയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ആക്ച്വലി ഇതിലുണ്ട്. അപ്പോൾ അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ നമുക്ക് ഈ ഓക്സിനോയ്സിൽ വരുന്നുണ്ട്. ട്രാൻസ്ലേറ്റ് കോൾ ഫീച്ചർ, നമ്മുടെ എന്താ പറയുക AI ഫീച്ചറാണ്. AI ഫീച്ചറൊക്കെ ആക്ച്വലി എനിക്ക് ഓക്സിജൻ തന്നെയാണ് കുറച്ചുകൂടി. ബട്ട് എനിക്ക് ആക്ച്വലി നമ്മുടെ ഫൺ ടച്ച് വോയിസിനായിട്ടൊക്കെ ഇഷ്ടം. എന്ന് വെച്ചാൽ നല്ലോണം ഇംപ്ലിമെൻറ്റേഷനും കാര്യങ്ങളൊക്കെ ചെയ്തേക്കുന്നത് നമ്മുടെ ഓക്സിജൻ ആണ്. പിന്നെ ആനിമേഷൻ്റെ കാര്യമൊന്നും പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ ഓവറോൾ ഒരു കിഡിലൻസ് ആണെന്ന് വേണമെങ്കിൽ പറയാം ഈ റേഞ്ചിൽ കേട്ടോ. അപ്പോൾ ഫോട്ടോസിൻ്റെ കാര്യം പറയുകയാണെങ്കിലും ഞാൻ നേരത്തെ സെൽഫി സാധനം എടുത്ത് കാണിച്ചു. ഇപ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു ഫോട്ടോ എടുത്ത് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ഫോട്ടോസ് തന്നെയാണ്. പ്രത്യേകിച്ച് നമ്മുടെ മെയിൻ സെൻസർ ഉണ്ടല്ലോ 50 മെഗാപിക്സൽ, അത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത സെൻസർ തന്നെയാണ് കേട്ടോ. അത്യാവശ്യം നല്ല ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. പ്രോസസ്സിങ്ങിൻ്റെ സ്പീഡും കാര്യങ്ങളൊന്നും വരുന്നില്ല, പെട്ടെന്ന് തന്നെ കിട്ടുന്നുണ്ട്. അതൊക്കെ ഒരു എടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. പിന്നെ പ്രത്യേകിച്ച് അത് മെയിനായിട്ട് OnePlusൻ്റെ ഒരു എന്താ പറയുക പ്രോസസ്സിങ്ങും നമ്മുടെ പ്രൊസസ്സറിൻ്റെ പിന്നെ നമ്മുടെ Dimensity 8350 അപ്പെക്സിൻ്റെ സൈഡിൽ നിന്ന് വരുന്ന ഒരു MH പ്രോസസ്സിങ്ങും ഒക്കെ ഓവറോൾ അവർ നല്ലോണം ഒപ്റ്റിമൈസ് ചെയ്തിരുന്നു ഞാൻ പറയാം. പിന്നെ ബാറ്ററി ബാക്കപ്പ് 7100 mAh ബാറ്ററിയാണ്. അപ്പോൾ എന്തായാലും സുഖമായിട്ട് 2 ദിവസം നിൽക്കും. ഇപ്പോൾ നമ്മൾ ജസ്റ്റ് അൺബോക്സിങ് കണക്ക് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഹീറ്റിങ്ങോ കാര്യങ്ങളൊന്നും വരുന്നില്ല കേട്ടോ. ഫ്രെയിമൊക്കെ പ്ലാസ്റ്റിക് തന്നെയായിരിക്കും, പക്ഷേ നമുക്ക് ഫീൽ ചെയ്യുമ്പോൾ തൊടുമ്പോൾ ഒക്കെ നമുക്ക് തോന്നുന്നത് മെറ്റലാന്ന് തോന്നുന്നുണ്ട്. അങ്ങനത്തെ ഒരു ഫിനിഷിങ് അവർ കൊടുത്തേക്കുന്നത്, പ്രത്യേകിച്ച് ഈ വൈറ്റ് കളറിന്. ബ്ലാക്ക് ആകുമ്പോൾ ഫുൾ ബ്ലാക്ക് ആവും. എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടി നല്ലത് ഈ കളറായിരിക്കും, അല്ലെങ്കിൽ ബ്ലൂ ആയിരിക്കും കേട്ടോ. ഞാൻ ബ്ലാക്കിനായിട്ടും ബെറ്റർ എന്ന് പറയുന്നത്. സിംഗിൾ സ്പീക്കറാണ് വരുന്നുള്ളൂ. അതുപോലെ തന്നെ ലൗഡ്നെസ്സും കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിയിരുന്നു, അത്യാവശ്യം കുഴപ്പമില്ലാത്ത ലൗഡ്നെസ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ബിൽഡ് ക്വാളിറ്റി വൈസും നല്ല അത്യാവശ്യം നല്ല ബിൽഡ് ക്വാളിറ്റി പ്രൈസ് റേഞ്ചിൽ നോക്കി കഴിഞ്ഞാൽ നല്ല ബിൽഡ് ക്വാളിറ്റി വരുന്നുണ്ട്. വെയിറ്റ് നമുക്ക് അങ്ങനെ അങ്ങോട്ട് ഫീൽ ചെയ്യുന്നില്ല കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല എന്താ പറയുക വെയിറ്റ് ബാലൻസിങ് കാര്യങ്ങളൊക്കെ അവർ ചെയ്തിട്ടുണ്ട്. അത് എടുത്ത് പറയേണ്ട കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ക്യാമറ റിങ്ങിൻ്റെ സൈഡിലൊക്കെ ഉണ്ട്. നല്ലൊരു എന്താ പറയുക നമുക്കൊരു ചീപ്പ് ഫീൽ തോന്നില്ല. പ്രത്യേകിച്ച് നമ്മുടെ കഴിഞ്ഞ കൊല്ലത്തെ C4 വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഒരു ചീഫ് അത് കണ്ട ഒരു ചീഫ് ഫീൽ ഉണ്ടായിരുന്നു. ഇത് പക്ഷേ അങ്ങനെ നമുക്ക് ഫീൽ ചെയ്യട്ടെ. അത് എടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. പ്രത്യേകിച്ച് ഈ മാർബിൾ ഫിനിഷ് എനിക്ക് തോന്നുന്നത് ഗ്ലാസ് അല്ലാന്ന് തോന്നുന്നുണ്ട്. കണ്ടു ഒരു മാർബിൾ കട്ട് എടുത്ത് വെച്ചാൽ പറയുന്നുണ്ട്, പക്ഷേ ആ മാർബിളിൻ്റെ വെയിറ്റും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഓവറോൾ സ്ലിമ്മാണ്. 7100 mAh ബാറ്ററി ഉണ്ടെന്ന് ഈ സാധനത്തിൽ നോക്കിയാൽ പറയാമെങ്കിലും. അതുപോലെ തന്നെ 7000 mAh ഒരു 4500 mAh ഫോണിൻ്റെ നമ്മുടെ പണ്ടത്തെ 4500 mAh ഫോണിൽ അതിൻ്റെ ഒരു വെയിറ്റ് സാധനം തോന്നുള്ളൂ കേട്ടോ. അപ്പോൾ അതെടുത്ത് പറയേണ്ട കാര്യങ്ങളാണ് അതൊക്കെ. അപ്പോൾ എന്തായാലും നമുക്ക് ഇനി വെറുതെ വലിച്ചു നീട്ടി വലുതാക്കുന്നില്ല. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. എന്തായാലും സംശയം അല്ലെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. ഓവറോൾ വൺ ഓഫ് ദ ബെസ്റ്റ് എന്താ പറയുക ഫോൺ അണ്ടർ 25,000 എടുത്ത് പറയാവുന്ന സംഭവം തന്നെയാണ് കേട്ടോ. പിന്നെ കുറച്ച് ഡ്രോബാക്സുകളൊക്കെ ഉണ്ട്. അതെന്തായാലും നമുക്കൊരു ക്വിക്ക് ഓവർവ്യൂവിൽ നമുക്ക് അടുത്ത വീഡിയോയിൽ പറയുമ്പോൾ പറയാം കേട്ടോ. അപ്പോൾ എന്തായാലും വൈൻഡപ്പ് ചെയ്യാം. അടുത്ത വീഡിയോ കാണാം. ബൈ.